ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നാടൻ രീതിയിലുള്ള ഒരു തോരനാണ്. വേറൊന്നുമല്ല, നമ്മളിവിടെ എടുത്തിരിക്കുന്ന കപ്പളങ്ങ തോരനാണ്. മീഡിയം സൈസുള്ളൊരു കപ്പളങ്ങ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പളങ്ങയാണ്. ഏകദേശം ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചെറിയതായിട്ട് നീളത്തിൽ ചെറിയ കട്ടി കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുത്തു. കൊത്തി വേണമെങ്കിലും അരിയാം. ഞാൻ ഇതേപോലെയാണ് ഈ തോരൻ വെക്കാനായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ തോരൻ വെക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചെറുജീരകം 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അരമുറി തേങ്ങ ചിരകിയത്, കരിവേപ്പില, 3-4 കഷ്ണം വെളുത്തുള്ളി, കാന്താരിമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ചുമന്നുള്ളി, ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, എണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ കപ്പളങ്ങ തോരൻ തയ്യാറാക്കുന്നത്. പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാന്താരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാന്താരി പകരം പച്ചമുളക് യൂസ് ചെയ്യാം. എരിവനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ധാരാളം പോഷക ഗുണങ്ങളുള്ളൊരു തോരനാണ് ഇത്. ഫ്ലെയിം അടുപ്പത്ത് ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ആഡ് ചെയ്തു. അതിനുശേഷം കടുക് അതിൽ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കപ്പളങ്ങ, ചെറുതായി അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തും അതിൻ്റെ എണ്ണയും കടുകും എല്ലാം ഒന്ന് സ്പ്രെഡ് ആകുന്ന രീതിയിൽ ഇളക്കി. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് കപ്പളങ്ങയിലോട്ട് ആഡ് ചെയ്തു. പിന്നീട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലോട്ട് അരപ്പ് വെള്ളം ഒഴിച്ചു. അതായത് തേങ്ങ ചുരണ്ടി ചതച്ചതിൻ്റെ വെള്ളം അതിലോട്ട് ആഡ് ചെയ്തു. ഏകദേശം കപ്പളങ്ങയിലെ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നീട് ഞാനതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. കൂടാതെ ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു തോരനാണ് ഇത്. ഇതിൻ്റെ പഴുത്ത കപ്പളങ്ങയ്ക്കും പച്ച കപ്പളങ്ങയ്ക്കും വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ്. ധാരാളം അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ഈ കപ്പളങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പളങ്ങ തോരൻ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഈ തോരൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ലൈക്കും കമൻറ്റും മാത്രം പോരാ, സബ്സ്ക്രൈബും ചെയ്യണം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക് യു.